സമരപ്രഖ്യാപനത്തിന് പിന്നാലെ റേഷൻ വ്യാപാരികളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ഇന്ന് ധനകാര്യ മന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകളുമായി ചർച്ച നടത്തും. ചർച്ചയിൽ റേഷൻ വ്യാപാരികൾ പങ്കെടുക്കും. വേതന പാക്കേജ് വർധന എന്ന ആവശ്യത്തിൽ രേഖാപരമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ പറഞ്ഞു. 2 മണിയോടെ ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. ഈ വരുമാനത്തിൽ നിന്നും വ്യാപാരികൾ എന്തെല്ലാം ചെയ്യണം? കടവാടക, സെയിൽസ്മാൻ്റെ ശമ്പളം, മറ്റു ചെലവുകൾ, ലൈസൻസ് ഫീസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളുടെ ദൈനംദിന ചെലവുകൾ, ഇതെല്ലാം കഴിച്ചാൽ ഒരു വ്യാപാരിക്ക് ബാക്കിയാകുന്നത് 4,000 മുതൽ 6,000 വരെയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. റേഷൻ വ്യാപാര അവസ്ഥ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 2 കുടുംബമുണ്ട്. അതാണ് പറഞ്ഞത്, 2 കുടുംബമാണ്. 2 കുടുംബം ഞങ്ങൾക്കുണ്ട്, വ്യാപാരിയും സെയിൽസ്മാനും. ഈ 2 കുടുംബം ജീവിക്കുന്നത് ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടവാടകയിൽ സെയിൽസ്മാൻ്റെ ശമ്പളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. ഞങ്ങളെ ക്ഷേമനിധി എന്താ? ക്ഷേമമില്ലാത്ത ക്ഷേമനിധി.